വാശി പിടിക്കണ്ട തൃശൂൽ. എനിക്ക് സമയാകുന്നു. നീ എന്റെ മുന്നിൽ നിന്ന് വഴി മാറാൻ. സമയാവുന്നു പറഞ്ഞാൽ അവിടേക്ക് പോകാനായിട്ട് നീ വല്ല ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ? തൃശൂൽ ശിവാനി പ്ലീസ്, ഞാനിവിടെ നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. നിന്നെ ഒറ്റയ്ക്ക് വിടാനുള്ള ധൈര്യം എനിക്കില്ലാത്തോണ്ടാ. എന്തിനാ നീ ഇത്രയ്ക്ക് വാശി കാണിക്കുന്നത്? എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ശരി, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്റെ സ്വപ്നം സത്യമാവാൻ പോവാണെന്ന്? അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര പോരെ, ഒന്ന് വഴിമാറ്. ഇല്ല, പറ്റില്ല ശിവാനി. ഈ ഗ്രഹണം കഴിയുന്നത് വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇല്ല തൃശൂൽ, എനിക്കതിപ്പോ ചെയ്തേ പറ്റൂ. ശിവാനി, തൃശൂൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിന്നോട് വാദിച്ച് ജയിക്കാനുള്ള സമയമൊന്നും എനിക്കിപ്പില്ല. എനിക്ക് പോയേ പറ്റൂ. ഇല്ല ശിവാനി, തനിച്ച് പോയാൽ ഞാൻ സമ്മതിക്കില്ല. അറ്റ്ലീസ്റ്റ് കാറിൽ പോ. അപ്പോ ഒരു ഡ്രൈവറായിട്ട് ഞാൻ കൂടെ വന്നോളാം. തൃശൂൽ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഒന്ന് വഴിമാറി, ഞാൻ പൊയ്ക്കോട്ടെ. ഞാൻ വിടില്ല. തൃശൂൽ പ്ലീസ്. ചന്ദ്രഗ്രഹണത്തിന്റെ സമയമാകട്ടെ. കഴിഞ്ഞ 23 സംവത്സരങ്ങളായി നിനക്ക് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. കുറഞ്ഞ പക്ഷം ഒരു സൂചനയെങ്കിലും എനിക്ക് തരൂ ഗുരുദേവ. തിടുക്കം വേണ്ട ശിവാനി. ചന്ദ്രമൗലീശ്വരന്റെ സന്നിധിയിൽ നീ വന്നില്ലേ? ഇനി കേവലം കുറച്ച് നാഴികകൾ മാത്രം. ഇന്ന് നിന്റെ പാപത്തിനുള്ള ശിക്ഷ കിട്ടിയുമായ അങ്ങനെ എന്നെ എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത്? പറയൂ. ഞാൻ ശിവാനിയെ കാണുവാൻ വരുമെന്ന് നീ അങ്ങനെ അറിഞ്ഞു? ഞാൻ ശിവാനിയെ പിന്തുടർന്നു വന്നു. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്തു. എനിക്ക് ഇന്നലെ സംശയമുണ്ടായിരുന്നു. ചുറ്റും സർപ്പസഞ്ചാരത്തിന്റെ വാസന അനുഭവപ്പെട്ടു. എല്ലാറ്റിനും ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ നിനക്കിതിൽ നിന്നൊരു മോചനമില്ല. നിന്റെ ശക്തികളൊന്നും ഇവിടെ പ്രവർത്തിക്കുകയുമില്ല. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ ഇവിടെ കിടന്ന് നരകിച്ചു മരിക്കും. അതാണ് നിനക്കുള്ള ശിക്ഷ. ആദിശേഷന്റെ കാര്യം അവൾ അറിയാൻ പാടില്ലെന്ന് കരുതി ശിവാനിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നു. എന്നാലും നിന്റെ ആഗ്രഹം സഫലമായില്ല. ഞാൻ ശിവാനിയോട് സത്യങ്ങളെല്ലാം പറയും. അവളും ആദിശേഷനും ഒന്നാവുക തന്നെ ചെയ്യും. നിനക്കിനി ഇതാണ് നരകം. നീ എന്റെ ദിഗ്ബന്ധനത്തിൽ തന്നെ കിടക്കും. എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്ക്. എനിക്ക് എന്റെ ആദിശേഷനെ വേണം. ആദിശേഷൻ എന്റേതാണ്. ശിവാനി, എവിടെയാണ് നീ? ഗുരുദേവ, ഞാൻ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് നീ വന്നില്ല? ഈ സമയത്ത് ഭൈരവഗിരിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തുകൊണ്ടാണ് നീ താമസിച്ചത്? ശീഘ്രം തന്നെ നീ എത്തിച്ചേരുക. നമുക്ക് ചുറ്റും ദുഷ്ടശക്തികൾ സഞ്ചരിക്കുന്നുണ്ട്. താമസിച്ചാൽ അപായം ഉറപ്പാണ്. വേഗം വരൂ ശിവാനി, വേഗം വരൂ, താമസിക്കരുത്. ഗുരുദേവൻ എനിക്കായിട്ട് സന്ദേശം അയച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദുഷ്ടശക്തികൾ ചുറ്റും ഉണ്ടെന്നും പറയുന്നു. മഹാദേവ, എന്താ ഇതൊക്കെ? വീണ്ടും എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, എനിക്ക് ഗുരുദേവന്റെ വാക്കുകൾ കേട്ടേ പറ്റൂ. പ്രധാനപ്പെട്ട ആ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. ഞാൻ അധികം താമസിക്കില്ല ഗുരുദേവ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ എന്ത് പാട്ടാ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്? എന്താ മോളെ? അമ്മ അവിടെ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ? ഈ സമയത്ത് തന്നെ അങ്ങളിന് പാട്ട് പാടണല്ലേ? അല്ല, ചേച്ചി പ്രാർത്ഥിക്കുന്നോ? ഇതെന്താ ചേച്ചി? ഓ, അമ്മായി ഇവിടെ ഇല്ലല്ലോ. ഇനി അവരുടെ കാറ്റെങ്ങാനും ചേച്ചിക്ക് അടിച്ചു കാണോ? അങ്കളെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശിവാനി അടുത്തേയും തൃശൂലും ഗ്രഹണ ദിവസം പോയതുകൊണ്ട് അവർക്ക് വേണ്ടി പൂജ ചെയ്തോണ്ടിരിക്കുക. അത്രേ ഉള്ളോ? അയ്യോ, അത്രേ ഉള്ളൂ എന്ന് ചോദിക്കല്ലേ ഗോവിന്ദ. ഇത് ഗ്രഹണ സമയം. പുതുതായി കല്യാണം കഴിഞ്ഞ കുട്ടികൾ പുറത്തു പോയാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്റെ ചേച്ചി പോകണ്ടെന്ന് ചേച്ചി തന്നെ അവരോട് പറഞ്ഞതല്ലേ? പോകണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ശ്രദ്ധിക്കാതെയൊക്കെ പോയി കഴിഞ്ഞാ അത് പ്രയാസമാ. ചേച്ചി, ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ?
ചേച്ചി ശരീരത്തിൽ നുള്ളിയിട്ട് സ്വയം ഇരുന്ന് കരയുന്ന പോലുണ്ട്. അവരോട് പൊയ്ക്കോന്നും പറഞ്ഞ് വിട്ടതും ചേച്ചി തന്നെ. ഇപ്പൊ എന്തെങ്കിലും പറ്റിയാലൊന്നും പറഞ്ഞ് കരയുന്നതും ചേച്ചി തന്നെ. വിടാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവരോട് പോകണ്ടെന്ന് പറയണമായിരുന്നു അല്ലേ മോളെ? അതെങ്ങനെയാ? ശിവാനി വന്നൊരു കാര്യം ചോദിക്കുമ്പോ അത് പറ്റില്ലെന്ന് എങ്ങനെയാ പറയുക? എന്തായാലും നല്ല കാര്യമായിപ്പോയി. മകനും മരുമോളും കൂടി ചേച്ചിയെ ഞെക്കി പിഴിഞ്ഞോണ്ടിരിക്കുക. അളിയ ഒന്നിങ്ങ് വന്നിരുന്നെങ്കിൽ എല്ലാം ശരിയായെന്നെ. അളിയൻ ഇനി എപ്പ വരുമോ എന്തോ. അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല. എല്ലാ സങ്കടങ്ങളും ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ അവിടുന്ന് സംരക്ഷിച്ചോളൂ. ഇല്ല ഇല്ല, ഒരു കാരണവശാലും ത്രികാലൻ ശിവാനിയെ കാണരുത്. ഞാനതിന് സമ്മതിക്കില്ല. അവര് കണ്ടു കഴിഞ്ഞാൽ ത്രികാലൻ ശിവാനിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യും. ശിവാനിക്ക് ത്രിശൂലാണ് ആദിശേഷൻ എന്ന സത്യവും മനസ്സിലാകും. മനസ്സിലായി കഴിഞ്ഞാൽ അവൾ ത്രിശൂലിനെ സ്വീകരിക്കുകയും ചെയ്യും. അവൾ അവനെ സ്വന്തമാക്കിയാൽ എന്റെ പ്രണയം നാശമായി പോവും. ആദിശേഷനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല. ഞാനത് തടഞ്ഞേ പറ്റൂ. ത്രികാല, എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്ക്. ഈ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചിതയാകാനാവുന്നില്ലല്ലോ. എന്താ ഞാനിപ്പോ ചെയ്യാ? ഞാൻ നാഗലോകത്തുണ്ടായിരുന്നപ്പോ ഈ ത്രികാലനായിരുന്നു എനിക്ക് ശത്രുവായി ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവൻ തന്നെ എന്റെ ശത്രുവായി തുടരുകയും ചെയ്യുന്നു. ത്രികാലനെ ഞാൻ വെറുതെ വിടുകയില്ല. അവനെ എന്തെങ്കിലും ചെയ്ത് തടഞ്ഞേ പറ്റൂ. എനിക്ക് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാനായി എന്റെ ശക്തി മാത്രം പോരാ, ബാഹ്യശക്തികളുടെ ആവശ്യം കൂടിയുണ്ട്. ആ ശക്തികളെ എനിക്ക് ആവാഹിക്കാനായി എനിക്ക് മറ്റാരുടെയെങ്കിലും സഹായം വേണം. എന്നെ ആരാണ് സഹായിക്കാനുള്ളത്? ത്രിവിക്രമായാലോ? അതെ, ഇതിനവനാണ് നല്ലത്. അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ പറ്റൂ. എന്താ ഇത്? എന്തോ എന്റെ ശരീരത്തിൽ കയറിയ പോലെ. എന്താ പറ്റി? അല്ല, മായാങ്കന ഇതെവിടെയാ? അവള് നേരത്തെ പോയതല്ലേ? ഇത്ര നേരമായിട്ടെന്താ വരാത്തെ? അപ്പോ മായ അമ്പലത്തിൽ തന്നെ ആയിരിക്കും അല്ലേ? അവിടെ എന്തിനാ ഇപ്പഴും നിൽക്കുന്നേ? എന്താണെങ്കിലും അവിടേക്ക് പോയി കാര്യം മനസ്സിലാക്കണം. ഞാൻ എത്ര ഓടിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ലല്ലോ. എന്താ ഞാനിപ്പോ ചെയ്യാ? ഗുരുദേവ, അങ്ങേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ദയവായി എന്നോട് ക്ഷമിച്ചാലും. ശിവാനി എന്താണ് ഇതുവരെ വരാത്തത്? ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്? ഇതുവരെയും അവൾ സമയം തെറ്റിച്ചിട്ടില്ല. ആരെങ്കിലും കാരണം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണുമോ? സാധ്യതയില്ല. ബുദ്ധിമുട്ടാകുന്നവളെ ബന്ധിച്ചിരിക്കുകയാണല്ലോ. മറ്റൊരു ദുഷ്ടശക്തിക്കും അവളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ശിവാനി, എവിടെയാണ് നീ? വേഗം വരൂ. ആദിശേഷനെ പറ്റി എനിക്ക് നിന്നോട് പറയണം. വേഗം വരൂ. മായ, എന്താ ഇത്? എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ ഈ കേജിനകത്തിരിക്കുന്നേ? ഞാനിപ്പോ ദിഗ്ബന്ധനത്തിലാണുള്ളത്. എനിക്കിവിടുന്ന് പുറത്ത് കടന്നേ പറ്റൂ. ദിഗ്ബന്ധനൊന്നും? ആരമായി ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല. എനിക്ക് ആദ്യം ഇവിടെ നിന്ന് പുറത്തു വന്നേ പറ്റൂ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് സാധിക്കുമോ? അത് സാധിക്കും. എന്താ ചെയ്യേണ്ടെന്ന് പറയും. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നീ ചൊല്ലിയാൽ മതി. അതുകൊണ്ട് എന്താ പ്രയോജനം?
അപ്പോൾ നിനക്കൊരു ശക്തി ലഭിക്കും. എന്നെ ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കാനുമാവും. ശരി, പറയ്. ത്രിവിക്രം, ആ ശക്തി എന്നിലേക്ക് പ്രയോഗിക്കുക. എനിക്ക് ഈ ദിഗ്ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനാകും. ത്രിവിക്രം, മായ, ഇതെന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാ? നീ പറയുന്ന പോലെ ശക്തി ഉണ്ടോ എനിക്ക്? അത് കിട്ടിയെന്ന് ഉറപ്പിക്കാവോ? ത്രിവിക്രം, ഇതിനുള്ള ഉത്തരം തരാനുള്ള സമയമല്ലത്. മായ, നോക്ക്, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമില്ല. നിന്നെ കൊണ്ട് വേറൊരു കാര്യം നടത്താനുണ്ട്. എന്ത് കാര്യം അത്? അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശിവാനിയെ നീ എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞേ പറ്റൂ. ഞാൻ തടയണമെന്ന്? എന്തിന്? എന്തിനൊന്നും നീ ഇപ്പൊ ചോദിക്കാൻ നിൽക്കണ്ട. പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. ശിവാനി എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ? നീയാണെന്ന് അവൾ അറിയാൻ പാടില്ല. അത് എന്ത് ചെയ്തിട്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയണ്ട. അവൾ അമ്പലത്തിലേക്ക് എത്താൻ പാടില്ല. ശരി, ഞാൻ ദേ ഇപ്പൊ തന്നെ പോവുക. ത്രികാല, ശിവാനിയോട് ആദിശേഷനെ പറ്റി പറയാൻ പോയിരിക്കുകയാണോ നീ? നിനക്കെതിരായിട്ടുള്ളത് ഈ മായാങ്കനെയാണ്. നീ എങ്ങനെയാ സത്യം പറയാൻ പോകുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. ശിവാനി, നീ യാതൊരു കാരണവശാലും അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല. ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. നിന്നെ ഇവിടെ വെച്ച് തന്നെ തടയും ഞാൻ. ആരാ നിങ്ങൾ? എന്തിനാ എന്നെ തടയുന്നേ? നിങ്ങളോടാ ചോദിച്ചത്. എന്തിനാ മുഖമറിച്ചിങ്ങനെ നിൽക്കുന്നേ? I was your friend, but today I'm your enemy. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കേണ്ട കാര്യമല്ല. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ദയവ് ചെയ്ത് വഴി മാറ്. നോ. നിങ്ങൾ ആരാ? എന്തിനാ എനിക്ക് തടസ്സം നിൽക്കുന്നേ? എന്നിൽ നിന്നും എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഡോണ്ട് ഷൗട്ട്. ഒരുപാട് സമയമുണ്ട്. പതുക്കെ സംസാരിച്ചാ മതി. ഏയ്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്റെ മുന്നിൽ നിന്ന് മാറി, എനിക്ക് പോണം. ആരാ ഇവൻ? എനിക്ക് ഗുരുദേവനെ കാണാനുള്ള സമയമായല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ഡോണ്ട് മൂവ്. കൊല്ലാനും മടിക്കില്ല ഞാൻ. ആരാ നീ? ഞാൻ എന്താ നിന്നോട് ചെയ്തത്? എന്തിനാ നിങ്ങളെ ശല്യപ്പെടുത്തുന്നേ? എന്റെ വഴിയിൽ തടസ്സമായി വരുന്ന മുള്ളുകളെ ഞാൻ എടുത്തു മാറ്റിയിരിക്കും. മാറില്ല എന്ന് വാശി പിടിച്ച അതിന് ഞാൻ ഇല്ലാതാക്കി കളയും. നിനക്ക് മരിക്കാനാണ് താല്പര്യമെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. നീ എങ്ങോട്ടും പോവാൻ പോകുന്നില്ല. ഞാൻ വിടില്ല. എന്നെ വിടാൻ. ഇവനോട് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നതാ നല്ലത്. ഇത്ര എളുപ്പത്തിൽ അനുസരിച്ചോ നീ? നീ ഇനി എങ്ങോട്ട് പോവാൻ പോകുന്നില്ല. ഇനി മുതൽ നീ എന്റെ സ്വന്തമാണ്. ഇന്നിവന്റെ നാശം ഉറപ്പാണ്. എനിക്ക് തന്നെ തടസ്സമായി വരുന്നോ?
ഏതവനാടാ നീ? സൂര്യനുള്ളപ്പോ വെളിച്ചം ഉണ്ടാവും, ചന്ദ്രനുള്ളപ്പോ പൗർണമി ഉണ്ടാവും. അതുപോലെ ഈ ശിവാനി പോകുന്നിടത്തൊക്കെ തൃശൂൽ ഒരു കാവലായിട്ടുണ്ടാവും. ഏയ്, ജീവനി കൊതിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്കടാ. ഏയ്, എന്റെ ജീവൻ പോയാലും മരണത്തിന് മുമ്പിൽ എതിർത്ത് നിന്ന് പോരാടുന്നവനാണ് ഈ തൃശൂൽ. അങ്ങനെയുള്ളപ്പോ എന്റെ ജീവനായിട്ടുള്ള ശിവാനിയുടെ ജീവൻ എടുക്കാൻ വരുന്നവനെ ഞാൻ വെറുതെ വിടുന്ന അവളെ ഒന്ന് തൊടാൻ പോലും തന്നെ ഞാൻ അനുവദിക്കില്ല. ഏയ് എടാ, ശിവാനി, ആരവൻ? നിന്നെന്തിനാ തടയുന്നേ? അറിയില്ല, ആരാണെന്നൊന്നും പറഞ്ഞില്ല. എന്നെ കത്തി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കി. എന്നെ ഇവിടുന്ന് പോവാൻ അനുവദിച്ചതുമില്ല. ആരടാ നീ? അയ്യോ, ഏയ്, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്ന അരി ഞാൻ ഇവിടെ കഴുത്തു. ഏയ് വേണ്ട വേണ്ട, ആമളെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, വിട്ടേക്ക്. എന്താ വെറുതെ വിടണമെന്നോ? ഏയ്, ശിവാനി, നീ ചെയ്യാൻ വന്ന കാര്യം നടക്കട്ടെ. ചെല്ല്. തൃശ്ശൂൽ, അപ്പോ നീ? ശിവാനി, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം നീ ഇവിടുന്ന് പോവാൻ നോക്ക്. തൃശ്ശൂൽ, സൂക്ഷിച്ചേ. ശിവാനി, വേഗം ഒന്ന് പോ. ഗുരുദേവ, ഒന്നും മനഃപൂർവ്വമല്ല. എന്നോട് ക്ഷമിക്കണം ഗുരുദേവ. വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരമായി നിനക്കായി കാത്തിരിക്കുന്നു. ഞാൻ വേണമെന്ന് വെച്ച് ഇങ്ങനൊന്നും ചെയ്തതല്ല ഗുരുദേവ. വരുന്ന വഴിയിലെല്ലാം പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം താണ്ടി വരുമ്പോഴേക്കും ഇത്രയും സമയം എടുത്തുപോയി. എന്നോട് ക്ഷമിച്ചാലും. ആകട്ടെ, ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ. പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. എന്താണത് ഗുരുദേവ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ പാലിക്കുമല്ലോ. ഞാൻ ഇതുവരെയും അങ്ങ് പറഞ്ഞ ഒരു കാര്യവും പാലിക്കാതിരുന്നിട്ടില്ല. എന്നിട്ടും എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിനക്കും നാശമാണ്, നാഗലോകത്തിനും നാശമാണ്. അതെന്ത് കാര്യ? നോക്കൂ ശിവാനി, നാഗലോകത്തു നിന്ന് നാഗമാണിക്യം നഷ്ടപ്പെട്ടിട്ട് 23 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അതിന്റെ സൂചന പോലും ലഭിച്ചിട്ടില്ല. ഇനിയും താമസിച്ചാൽ നാഗലോകം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും. ഞാൻ നാഗമാണിക്യം കണ്ടെത്താനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഗുരുദേവ. ഏതവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളതെന്ന് അങ്ങേക്കും അറിയാവുന്നതല്ലേ. എന്ന് വെച്ച് കൈകെട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് നാഗമാണിക്യം കണ്ടെത്തിയേ പറ്റൂ.